ഇപ്പോഴത്തെ ട്രെൻഡിങ് സ്ലൈഡിങ് വീഡിയോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായി CapCut അല്ലെങ്കിൽ VN അങ്ങനത്തെ ഏത് വേണമെങ്കിലും ഇങ്ങനത്തെ ആപ്പ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ CapCut യൂസ് ചെയ്യുന്നത്. അതിൽ ന്യൂ പ്രൊജക്റ്റ് കൊടുത്ത് നമുക്ക് ആദ്യം ഒരു ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഞാൻ വൈറ്റാണ് കൊടുക്കണേ. ഇപ്പോൾ ഒരു വൈറ്റ് ഫോട്ടോ കൊടുത്തു. എന്നിട്ട് അതിൻ്റെ റേഷ്യോ നമ്മൾ എപ്പോഴും 9:16 കൊടുക്കുക. അപ്പം എൻ്റെ ഫോട്ടോസ് ഇത്തിരി ഇത് കുറവായതുകൊണ്ട് ഞാൻ അത് സൂം ചെയ്ത് ആ കറക്റ്റായി ഫില്ല് ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്ക് 3 സെക്കൻഡ് ഉള്ളത് ഒരു 1.5 സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡ് വയ്ക്കാം. എന്നിട്ട് ആയി തന്നെ ഇത് നമുക്ക് ഒന്ന് ഒരു നമ്മുടെ വീഡിയോ എത്ര സെക്കൻഡ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്ര ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ ഒരു 4-5 വട്ടം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓവർലേയിൽ ആഡ് ഓവർലേ കൊടുത്തിട്ട് നമുക്ക് വേണ്ട വീഡിയോസ്, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു വീഡിയോ, നമ്മുടെ വീഡിയോസൊക്കെ ഒരു 5 to 6 സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡിനുള്ളിലുണ്ടെങ്കിൽ നല്ലതാണ്. മിനിമം 5 സെക്കൻഡെങ്കിലും വേണം. 5 സെക്കൻഡ് ഇല്ലെങ്കിൽ ആ വീഡിയോ നമുക്ക് സ്പീഡ് കുറച്ച് സ്ലോ മോഷൻ ആക്കിയിട്ട് 5 സെക്കൻഡിലാക്കി വയ്ക്കുക ഇപ്പോൾ ആക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഈ റേഷ്യോയിലാണ് വയ്ക്കണേ. അപ്പോൾ ഫസ്റ്റത്തെ ഫോട്ടോ നമുക്ക് മേലേക്ക് ആക്കി വയ്ക്കാം. പിന്നെ വീണ്ടും ആഡ് ഓവർലേ കൊടുക്കുക, അടുത്ത വീഡിയോ ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു ഫ്രെയിം പോലെയുള്ള ഗ്യാപ്പ് ഇട്ടിട്ടാണ് വയ്ക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൂം ചെയ്ത് അടുപ്പിച്ച് വയ്ക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഇട്ടു. അങ്ങനെ 3 വീഡിയോ ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ എല്ലാവരും ഓർത്ത് വയ്ക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വീഡിയോയുടെ ഇവിടെ ഓവർലേമേ ഒരു കീ ഫ്രെയിം കൊടുക്കുക, രണ്ടാമത്തേനും കീ ഫ്രെയിം കൊടുക്കുക, മൂന്നാമത്തേനും കീ ഫ്രെയിം കൊടുക്കുക. ഇപ്പം നേരത്തെ നമ്മൾ 2 സെക്കൻഡ് ആക്കി വെച്ചിട്ടില്ലേ, അപ്പോൾ അവിടെ ഒരു സ്ലൈഡ് ചെയ്തിട്ട് കറക്റ്റ് അവിടെ വരെ സ്ലൈഡ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഫസ്റ്റത്തെ വീഡിയോ തൊടാം. ഫസ്റ്റത്തെ വീഡിയോ നമുക്ക് ഫ്രെയിമിലില്ലാണ്ട് മേലേക്ക് ഫുള്ളാക്കി കളയാം. എന്നിട്ട് രണ്ടാമത്തെ വീഡിയോ തൊടാം. രണ്ടാമത്തെ വീഡിയോ വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ അറേഞ്ച് ചെയ്ത് വയ്ക്കുക. അപ്പം ഇനി ഇവിടെ താഴെ സ്പേസായി. അപ്പോൾ ആ സ്പേസിലേക്ക് വീണ്ടും വീഡിയോ ആഡ് ചെയ്യുക. അടുത്ത നമ്മുടെ കയ്യിലുള്ള വീഡിയോ ഏതാണെന്ന് വെച്ചാൽ ആഡ് ചെയ്യുക. എന്നിട്ട് കറക്റ്റ് താഴത്തെ ആ ഒരു ഫ്രെയിമിൽ എല്ലാവരും ഓരോ പോലെ ഇരിക്കണ പോലെ ചെയ്യുക. എന്നിട്ട് ഈ താഴത്തെ വീഡിയോ സ്ലൈഡ് ചെയ്തിട്ട് ഫസ്റ്റിലേക്ക് കൊണ്ടുവയ്ക്കുക. അങ്ങനെ വരുമ്പോൾ എന്നിട്ട് ഇവിടെ താഴത്തെ വീഡിയോയിൽ ഒരു കീ ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് അപ്പോൾ അപ്പോൾ കറക്റ്റ് പൊസിഷനല്ലല്ലോ. അപ്പോൾ ഈ വീഡിയോ ഈ ഫ്രെയിമിലില്ലാത്ത പോലെ ആക്കി വെച്ചാൽ ഇത് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ഒരു കണ്ടിന്യൂഷനിൽ ഇങ്ങനെ കയറി വരും. ഇനി നമുക്ക് ചെയ്യേണ്ടത് അടുത്ത രണ്ടാമത്തെ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇതുപോലെ തന്നെ ഇപ്പോൾ മഞ്ഞപ്പൂവിൻ്റെ ആ വീഡിയോ അല്ലേ മേലേക്ക് പോകണ്ടേ, അപ്പോൾ അവിടെ അതുമ്മ തൊട്ടിട്ട് ആ വീഡിയോ മേലേക്ക് കൊണ്ടുവയ്ക്കുക കാണാത്ത പോലെ. അതുപോലെ രണ്ടാമത് റിപ്പീറ്റഡായിട്ട് ഇതന്നെ ചെയ്യാം. ഇത്രേ ഉള്ളൂ. ഇനി വീണ്ടും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാം, ലാസ്റ്റത്തെ ബ്ലാങ്ക് ഇതാവും. അപ്പോൾ വീണ്ടും ഇത് കൊടുക്കുക, ഏത് വീഡിയോ എന്ന് വെച്ചാൽ ആഡ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഫ്രണ്ടോട്ട് കൊണ്ടുപോകണ്ട. ഇവിടെ രണ്ടാമത്തെ നമ്മൾ ഓരോ സെക്ഷനായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല, 2 സെക്കൻഡ് വീഡിയോസ്. അതിലെ രണ്ടാമത്തെ സെക്കൻഡിലേക്ക് കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ഇവിടെ താഴത്തെ അറേഞ്ച് ചെയ്തിട്ട് ഇവിടെ ഒരു കീ ഫ്രെയിം വയ്ക്കുക. എന്നിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ആ വീഡിയോ ഒന്ന് താഴേക്ക് കൊണ്ടുവയ്ക്കുക. അപ്പം ആ ഒരു കണ്ടിന്യൂഷനിൽ പറഞ്ഞേ കുറച്ച് കൺഫ്യൂഷൻ ആവുമെന്ന് തോന്നുന്നു എല്ലാവർക്കും. പക്ഷേ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കണ പോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ആ ഒരു നല്ല അടിപൊളി സ്ലൈഡിങ് വീഡിയോ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒരു വട്ടം കൂടി പറഞ്ഞുതരാം, ഇനി ഒരു വട്ടം കൂടി ചെയ്യാം. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ട്. അപ്പോൾ ഈ 2 സെക്കൻഡ് ടൈം ഗ്യാപ്പ് വയ്ക്കേണ്ട നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അടുത്തത് അവിടെ തന്നെ അലൈമ കൊണ്ടുവച്ചു. ഇവിടെ ഏറ്റവും മേലത്തെ വീഡിയോ ഏറ്റവും മേലേക്ക് സ്ലൈഡ് ചെയ്തു. അതുപോലെ തന്നെ സെൻട്രലത്തെ വീഡിയോ വീണ്ടും തൊട്ടു, അത് ടോപ്പിൽ കൊണ്ടുവച്ചു. ലാസ്റ്റത്തെ വീഡിയോ സെൻട്രലിലേക്ക് കൊണ്ടുവച്ചു. എന്നിട്ട് ബാക്ക് അടിച്ചിട്ട് ആഡ് ഓവർലേ വീണ്ടും കൊടുത്തു.
എന്നിട്ട് നമ്മൾ അടുത്ത വീഡിയോ ആഡ് ചെയ്തു. എന്നിട്ട് താഴെ പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് ഒരു 2 സെക്കൻഡ് ഈ വീഡിയോ മുന്നോട്ട് ആക്കിയിട്ട് താഴത്തെ വീഡിയോക്ക് ഇവിടെ ഒരു കീ ഫ്രെയിം കൊടുത്തു. എന്നിട്ട് ബാക്കോട്ട് സ്ലൈഡ് ചെയ്ത് ആ വീഡിയോ താഴോട്ടാക്കി. അപ്പോൾ നോക്കിക്കേ, ഇങ്ങനെയാണ് ഈ സ്ലൈഡിങ് വീഡിയോ ട്യൂട്ടോറിയൽ വീഡിയോ ഇങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് അടിച്ചാൽ ഞാനത് പറഞ്ഞുതരാം. താങ്ക് യു.